ഈശോ ഇൻഡിവിജ്വലി സമയമെടുത്ത് ഓരോ ആൾക്കാരെയും എല്ലാം ഇത്രയും കോടിക്കണക്കിന് മനുഷ്യരും വ്യത്യസ്തരായിട്ട് ഇൻഡിവിജ്വൽ ഫിംഗർ പ്രിന്റ്, ഇൻഡിവിജ്വൽ കണ്ണ് എല്ലാം ഇങ്ങനെ വ്യത്യാസമായിട്ട് ഈശോ പ്രഷ്യസ് ആയിട്ട് ഈശോ നമ്മളെ സൃഷ്ടിച്ചതാണ്. ഈശോയുടെ ശ്വാസമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഈശോയുടെ ആത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മളുടെ ഒരു വർത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ അത് വേറെ ആരും തിരിച്ചറിയത്തില്ല. അപ്പൊ ഈ ഞാൻ പറഞ്ഞു വന്നിത്രേ ഉള്ളൂ. നമുക്ക് വിശുദ്ധനായിട്ട് ജീവിക്കണമെങ്കിൽ നല്ല ആത്മാവബോധം വേണം. അതായത് നമ്മളെപ്പറ്റി നമുക്ക് നല്ല മതിപ്പ്. നമ്മളെപ്പറ്റി നമുക്ക് ഭയങ്കര ഞാൻ സൂപ്പറാന്നുള്ള അങ്ങനെ അഹങ്കാര ചിന്തയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നെ ഈശോ സ്നേഹിക്കുന്നുള്ളതിനെ പറ്റി എനിക്ക് ബോധ്യം വന്നാൽ മാത്രമേ എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. എന്നെ ഈശോ ഞാൻ എന്തോരം വൃത്തികെട്ടവനാണേലും ഈശോ എന്നെ കരുണയോടെയാണ് നോക്കുന്നത്, സ്നേഹിക്കുന്നുണ്ടെന്ന് ബോധ്യം വന്നാൽ മാത്രമേ ഈശോയുടെ കുമ്പസാരക്കൂട്ടിലൂടെ നമുക്കൊന്ന് ഓടിച്ചെല്ലാൻ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ ആൾക്കാരെല്ലാം നമ്മളെ ജഡ്ജ് ചെയ്യുമ്പോഴും ഈശോ എന്നെ ജഡ്ജ് ചെയ്തില്ലെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈശോയുടെ അടുത്ത് പോയി അങ്ങനെ പുറകെ നിന്ന് കരയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ പറയുന്ന ബാക്കിയുള്ളവർ നമ്മളെ വിധിക്കുന്നതും നമ്മൾ ബാക്കിയുള്ളവരെ വിധിക്കുന്നവരായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ നമ്മളോട് ചിന്തിക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ജഡ്ജ്മെന്റിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാ ബാക്കിയുള്ളവരെ കാണുന്നത് അതേ മൈൻഡ് സെറ്റോടെയാണ് നമ്മൾ നമ്മളെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നമ്മളോട് അത്രയും കുറ്റബോധം വെക്കുന്നത്. പക്ഷെ ഈശോ നമ്മളെ കാണുന്നത് ഇങ്ങനെയല്ല. അപ്പം ഈശോ എന്നെ എങ്ങനെയാ കാണുന്നത് എനിക്ക് കൃത്യമായിട്ട് ധാരണ വേണം. അത് ധാരണ വേണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വചനം വായിക്കണം. എനിക്ക് ഈ പറഞ്ഞ പോലെ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ അല്ലെ, നിന്റെ പേര് ഉള്ളംകൈ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഇതൊക്കെ ചുമ്മാ എഴുതി വെച്ചിരിക്കുന്ന വചനങ്ങളാണോ? ഇതൊക്കെ എന്ത് ഡീപ്പായിട്ടുള്ള വചനങ്ങളാണ്. അല്ല നമ്മൾ മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് എത്രയോ നാള് മുന്നേ അല്ലെ ഈശോ നമ്മളെ അറിഞ്ഞു. ഈശോ അറിഞ്ഞു നമ്മൾ എന്താണ്, എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ പ്രശ്നം എന്താണ്, നമ്മുടെ നല്ലത് എന്താണ്, ഈശോ അറിഞ്ഞു നമ്മളെ. ആ സ്നേഹം ഫീൽ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു ഇവാഞ്ചലൈസേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. ഈ അല്ലാത്ത ആൾക്കാരുടെ ഇവാഞ്ചലൈസേഷൻ ഒക്കെ ഒരു പോയിന്റ് ആണ് നിൽക്കുക. അതായത് ഈശോയുടെ സ്നേഹം ഈശോയുടെ സ്നേഹം അനുഭവിച്ചതിന്റെ അതായത് നമ്മുടെ ഒരു ഇവാഞ്ചലൈസേഷൻ കെട്ടുപോകുന്നതിന്റെ കാരണം എന്താണ്? നമ്മുടെ ആ ഒരു ദൈവസ്നേഹാനുഭവം നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിന് കുഴപ്പമില്ല. നമ്മൾ അത് അനുഭവിച്ചതിന്റെ ഒരു എവിടെയൊക്കെയോ ചെറിയ ചെറിയ കുറവുകളുള്ളതാണ്. അതായത് ഈശോയുടെ സ്നേഹം കുറെ കൂടെ അനുഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയുടെ സ്നേഹം കൂടുതലായിട്ട് അധികം ക്ഷമിക്കപ്പെട്ടവൻ അധികം സ്നേഹിച്ചു എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ നമ്മൾ കൂടുതൽ പാപിയാണ്. ഞാൻ പാപിയെ പറ്റി നിരാശപ്പെടരുത്. പക്ഷെ നമ്മൾ പാപിയാണല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കണം എന്നല്ല. പക്ഷെ ഈശോ അധികം ക്ഷമിക്കും. ഓക്കെ, അതുകൊണ്ട് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. പക്ഷെ നമ്മൾ ആ കരുണയിലേക്ക് അങ്ങ് ആശ്രയിക്കാൻ നമുക്കൊരു മനസ്സ് വരുവാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളുടെ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഭയങ്കര ദൈവാശ്രയം വരും നമുക്ക്.